നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയാണ് നീ അഭിനയം നിർത്തിയത്. ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്താണ് ഇത്? ഇതിനകത്ത് ഇരിക്കുന്ന സീറ്റ്, സീറ്റിനകത്ത് ഇരിക്കുന്ന പെട്ടി, പെട്ടിക്കകത്ത് ഇരിക്കുന്ന സ്വർണം, അല്ല അച്ഛൻ്റെ ജീവിതം, അച്ഛൻ്റെ ജീവിതം. എന്താണ് അത്? കാറ്. അതിനുള്ളിൽ എന്താണ്? സീറ്റ്. അതിനകത്തിരിക്കുന്ന എന്താണ്? എന്താണ് ഇതിന്റെ അകത്ത്? ഇത് ഇവന്റെ അച്ഛന്റെ ചിതാഭസ്മാണ് സാർ. എല്ലാവർക്കും മനസ്സിൽ കയറി പിടിക്കുന്ന സാധനം അതായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ജയ വന്നത്. അത് സ്ത്രീകളെ മുൻഗണന കൊടുത്തുണ്ട്. ഇപ്പൊ ഞങ്ങൾ കുറച്ച് മുൻഗണന തന്നോട്ടെ. എനിക്ക് ഒരു ടെൻഷൻ ഇല്ലായിരുന്നു, കാരണം ഞാൻ 10 ജയിച്ചില്ല. ഒരു കണക്കിന് ഇപ്പൊ ഈ വാഴ വന്ന നന്നായി. അല്ലേ എന്റെ വേഷമൊക്കെ വേറെ ഏതെങ്കിലും ഒരു വാഴ അല്ലേ നല്ലൊരു വേഷം പോയെന്നെ. അല്ല അച്ഛനായി നന്നായി. കുറച്ചു കാലം മുന്നേ ആയിരുന്നെങ്കിൽ മറ്റേ മകന്റെ റോളും 6 പേരുണ്ട്. 6 അച്ഛനല്ല, 7 അച്ഛനുണ്ട്. എന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റേട്ടോ, കാരണം സീരിയസ് ആയിട്ട്. പിന്നെ എന്റെ ആഗ്രഹം എന്നായിരുന്നു? മലർപ്പൊടി വെക്കാനും. അപ്പൊ ഞാൻ ഒരു കാര്യം, നമ്മുടെ ആഗ്രഹം നമ്മൾ നിറവേറ്റി. നമ്മുടെ എന്ന് പറയാം, നമ്മൾ 3 വാഴകളായി. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം, ഏവർക്കും സ്വാഗതം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അവതരിപ്പിക്കുന്ന ആഴങ്ങളിൽ എന്ന പരിപാടിയിലേക്ക്. പേര് കേൾക്കുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു ടോക്കാണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാവാം. നമ്മൾ ആ ടോപ്പിക്കിൽ ആഴങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിലും അതിനെ സീരിയസ് ആയി സംസാരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ലാത്തൊരു ഷോ ആണ്. എന്തായാലും ആഴങ്ങളിലേക്ക് പോകണമല്ലോ. ആഴങ്ങളിലേക്ക് പോകണം, അത് നിർബന്ധമാണ്. സീരിയസ് ആണെങ്കിൽ സീരിയസ്, കോമഡി ആണെങ്കിൽ കോമഡി. ഓക്കെ, സോ നമ്മള് ഇതിനകത്ത് വാഴ ഇതുപോലെ പ്രയോജനമുള്ള ഒരു ചെടി വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ തന്നെ ഓപ്പോസിറ്റ്, വിരോധാഭാസം എന്ന് പറയുന്ന പോലെ. അപ്പൊ അത് തന്നെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ശരി, ഞാൻ ആൻസർ ഞാൻ പറഞ്ഞോ. വാഴ എന്ന് പേരിടുന്ന സമയത്ത് നമ്മള് എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ഒരു റീസൺ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ റീസണെ പറ്റി കുറച്ചുകൂടെ വിശദമായിട്ട് കേട്ടാൽ നിങ്ങൾ വാഴ എന്ന് പറഞ്ഞ പേരിടുന്നത് വിപിചേട്ടൻ തന്നെയാണ്. വെരി ഫസ്റ്റ് തൊട്ട് ഈ പ്രൊജക്ടിന്റെ പേര് വാഴ എന്ന് തന്നെയാണ്. അപ്പൊ അത് ഇടുന്നതിന്റെ കാരണം ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ ഉപയോഗമില്ല എന്ന് വിചാരിക്കുന്ന ഒരു ചെടിയാണല്ലോ വാഴ. അപ്പൊ അതേപോലെ ഏറ്റവും കൂടുതൽ മനുഷ്യനെ കമ്പയർ ചെയ്യുന്നതും വാഴയായിട്ട് തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റോ അല്ലെങ്കിൽ ഐഡിയലായിട്ട് ഒന്നും ചെയ്യാതിരിക്കുമ്പോഴോ പ്രത്യേകിച്ച് പ്രയോജനം ഇല്ല എന്നൊക്കെ പറയാനായിട്ട് സിംബോളിക്കലി പറയുന്നത് അങ്ങനെയാണ്. പിന്നെ ഈ വാഴയുടെ ഗ്രോത്തും വാഴ ഒരു കായ്ക്കാൻ അല്ലെ, 9 മാസം എടുക്കുന്നുണ്ട്. ആ ഒരു എല്ലാം കൊണ്ടും സിംബോളിക്കലി നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഇട്ടതാണ് വാഴ എന്നുള്ളത്. ഓക്കെ, ഞാൻ തുടങ്ങിയ സമയത്ത് മറന്നു ഒരു കാര്യമുണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. എല്ലാവർക്കും അറിയുന്ന ആൾക്കാരാണ്, നമ്മൾ പേരെടുത്ത് പറയുക എന്നുള്ളൊരു ഫോർമാലിറ്റി മാത്രമാണ്. എന്തായാലും പറയണം, സാധാരണ വാർത്ത വായിക്കുമ്പോ നമസ്കാരം ഞാൻ രാമേന്ദ്രൻ പറയാറില്ലേ, പുള്ളി എല്ലാരും അറിയാലോ, എന്നാലും പറ. ബ്രേക്കിംഗ് സ്റ്റീരിയോടൈപ്സ് എന്ന് പറയുന്ന പോലെ ഇൻട്രൊഡക്ഷൻ ഇല്ലാണ്ട് വേണമെങ്കിലും പോവാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സംവിധായകൻ ആനന്ദ് മേനൻ, കോട്ടയം നസീർക്ക, അസീസ് നെടുമ്പങ്ങാട്. ഇക്കാതൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സമപ്രായക്കാരോ ഞാൻ പറയാൻ കൂടുതൽ ഉണ്ടാവാൻ സാധ്യത. എന്തായാലും കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ കൊച്ചു പയ്യന്മാരായി നടന്ന് ഇക്കാക്കമാരായിരുന്നു, ഇപ്പൊ അച്ഛൻ റോളിൽ കൊണ്ടിട്ടേക്കുവാ. കൊച്ചു പയ്യന്മാര് തന്നെയാണ് മനസ്സിൽ യുവത്വം സൂക്ഷിക്കുന്നത്. ക്യാരക്ടറിൽ കയറിയാൽ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ മക്കളെക്കാൾ ചെറുപ്പമാണ് സത്യം. വെറുതെ നോക്കാതിരുന്ന നമ്മളെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഫേസ് ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും ടീനേജ് സമയത്ത് നമ്മൾ നിന്നിരുന്ന ഒരു രീതി, നമ്മുടെ പാരന്റ്സിലൂടെ നമ്മൾ കാണിച്ചിരുന്ന കുറേ തല്ലുകൊളുത്തരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ ജോലിയൊക്കെ കിട്ടി, കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഭാഗം ഒറ്റയടിക്ക് അങ്ങ് കത്തറിട്ടങ്ങ് മറയ്ക്കും. അതില്ലാണ്ടാവണില്ല. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ അതൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു സമയവും ഇപ്പൊ പാരന്റിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞ പാരന്റ്സ് ആയപ്പോ? അല്ല, എൻ്റെ കാര്യത്തിൽ എൻ്റെ ഫാദർ ഞാനുമായിട്ട് ഭയങ്കര
കമ്പനി ആയിരുന്നു പറയാനില്ല, നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. അത് നമുക്ക് സാറ് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, പിന്നെ അനാവശ്യമായ വാശികളില്ലായിരുന്നു, ഇന്ന നിലയിൽ തന്നെ പോകണം എന്നില്ലായിരുന്നു. നമ്മുടെ ഇഷ്ടത്തിന് വിട്ടു തന്ന ഒരു പിതാവാണ്. ഞാനത് തന്നെയാണ്. എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ വളരെ ഫ്രണ്ട്ലിയാണ്. അവർക്ക് എന്തും പറയാം, അവരുടെ ഇഷ്ടം തന്നെയാണ്. അതിൽ സക്സസ് ആവണമെന്ന് മാത്രമേ അത് നമുക്ക് ആഗ്രഹമുള്ളൂ. ഇത്ര ആയതിനു ശേഷമാണ്. ഫസ്റ്റൊന്നുമില്ലായിരുന്നു. നമ്മളെക്കാളൊക്കെ വളർന്നപ്പോ അവരിഷ്ടം പോലെ നടക്കട്ടെ. എന്തിനാണ് ഒരു രീതിയിൽ ഞാനല്ല ഒന്നും നമ്മൾ പറഞ്ഞില്ല. കാര്യം കൂൾ ഡാഡൊക്കെ ഒരു ലെവൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നൊക്കെ. ഇപ്പോൾ എന്താ പറയാ, നമ്മുടെ അപ്പൻ്റെ അപ്പൻ അപ്പനോട് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വളർത്തിക്കുന്നത്. അവരതെല്ലാം ചെയ്യും. എന്നിട്ട് നമ്മളോട് പറയും അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറയും. നമ്മളും അതെല്ലാം ചെയ്യും. നമ്മൾ അടുത്ത മക്കളോട് പറയുന്നത് എന്താണ്, അത് ചെയ്യരുതെന്ന് പറയും. അവരും ചെയ്യും. ഇതിങ്ങനെ പറച്ചിലും ചെയ്ത്തും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും എന്ന് പറയുന്നത്. അത് ഇപ്പൊ എന്റെ മക്കള് അപ്പൊ അങ്ങനെ വിടേണ്ട കാര്യമില്ല. കാരണം കുട്ടികളാണ്, ചെറിയ കുട്ടികളായതുകൊണ്ട് ആ ഒരു ലെവലിലേക്കൊന്നും എത്തിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളാണ്. അപ്പോൾ അവരിഷ്ടത്തിനാണ് ഇപ്പൊ വീട്ടില് വിടുന്നത്. നമുക്ക് അതിലേക്ക് വരാം കേട്ടോ. പാരന്റിങ്ങിനെ കുറിച്ച് നിങ്ങളുടെയൊക്കെ ടീനേജ് കാലത്തെ എന്തൊക്കെ നമ്പറുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്, എല്ലാ ബോയ്സിനും കണക്ട് ചെയ്യാൻ പറ്റും ഏതെങ്കിലുമൊക്കെ സ്റ്റേജിൽ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിലൂടെ പോയി. പക്ഷെ ഇതിന്റെ ടീച്ചർ കണ്ടപ്പോൾ ബോയ്സിനും മാത്രമല്ല ഗേൾസിനും കുറച്ചൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു സാധനം ഉണ്ട് അതിനകത്ത്. അപ്പോ ആ ഒരു കണക്ടിവിറ്റി എലമെന്റ്, ഇങ്ങനെ ഒരു തീം എടുക്കാം, അതായത് യങ് ആയിട്ടുള്ള ബോയ്സിന്റെ സ്റ്റോറി എടുക്കാം എന്നുള്ളൊരു ഡിസിഷൻ വരുന്നത് എപ്പോഴാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസിക്കലി ഈ ഒരു സ്റ്റോറി ശരിക്കും പറഞ്ഞാൽ വിപിൻ ചേട്ടൻ 2018 വിപിൻ ചേട്ടന്റെ 2ാമത്തെ സിനിമയായിട്ട് ചെയ്യാനിരുന്ന കഥയാണിത്. അപ്പൊ ജയ്ക്ക് മുന്നേ, അതെ അതിനു മുന്നേ, അന്താക്ഷരിക്ക് മുന്നേ, അത്രയും മുന്നേ കഴിഞ്ഞിട്ട് വെരി നെക്സ്റ്റ് പ്രൊജക്ട് ആയിട്ട് വിപിൻ ചേട്ടൻ ഉദ്ദേശിച്ചിരുന്ന സിനിമകളിൽ ഒന്നായിരുന്നു വാഴ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇപ്പൊ ടീച്ചർ ഇറങ്ങിയപ്പോഴും പറഞ്ഞു നമ്മൾ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിലും ഒരുപാട് നമ്മളുടെ ചുറ്റുപാടുള്ള സ്ത്രീ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് എല്ലാവർക്കും റിലേറ്റബിൾ ആണ്. ഒരു കണക്കിന് ഇപ്പൊ ഈ വാഴ വന്ന നന്നായി. അല്ലെ എന്റെ വേഷമൊക്കെ വേറെ ഏതെങ്കിലും ഒരു വാഴ അല്ലേ, നല്ലൊരു വേഷം പോയെന്നെ. അല്ല അച്ഛനായി നന്നായി. കുറച്ചു കാലം മുന്നേ ആയിരുന്നെങ്കിൽ മറ്റേ മകന്റെ റോളും നമ്മൾ ഈ വാഴ എന്നുള്ള പ്രയോഗം വന്ന സമയത്തൊക്കെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ, അയ്യോ ദൈവമേ ഞാൻ അങ്ങനെ ഒരു പ്രയോഗത്തിന് ഇരയായിട്ടുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ള പേരൻസിന് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നിയിട്ടുണ്ടോ? മക്കൾ എന്നോട് എനിക്ക് അങ്ങനെ ഇതുവരെ അങ്ങനെ എന്നെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്റെ പിതാവായിട്ടാണുള്ള ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് അങ്ങനെ കേൾക്കേണ്ടി വന്നിട്ടില്ല. ഇനി പാത്തും പതുങ്ങി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അത് ഉമ്മാരോടത് മിക്കവാറും ഈ പറഞ്ഞ പോലെ പേരന്റിങ്ങിന്റെ ഏറ്റവും വലിയൊരു സംഭവം എന്താ ചെയ്യുന്നത്, നമ്മളോട് ഭയങ്കര കൂൾ ഡാഡ് അല്ലെങ്കിൽ കൂൾ മോം വൈബ് പിടിക്കുന്ന സമയത്ത് ഇവരുടെ റിയൽ ആയിട്ടുള്ള ഒപ്പീനിയൻ മറച്ചു വെക്കുന്ന ഒരു രീതിയാണ്. ഇപ്പം എന്റെ അച്ഛൻ ഭയങ്കര കൂളായിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് ലൈഫ് ലോങ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഏതോ ഒരു സ്റ്റേജിൽ, അതായത് എനിക്കൊരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അച്ഛന്റെ ഒറിജിനൽ സ്വഭാവം മനസ്സിലായത്. അതായത് എക്സ്കർഷന് പോട്ടെ എന്ന് ചോദിച്ചാൽ അച്ഛൻ മക്കള് വെക്കോ ഒരു കുഴപ്പമില്ല, അമ്മയടുത്തൊന്നും പറയും എങ്ങനെയെങ്കിലും ഒഴിവാക്കി കിട്ടോ. അച്ഛൻ ഒരിക്കലും ബാഡ് ബോയ് ഇമേജ് ആവില്ല. അല്ല, അതായത് അമ്മ എന്ത് പറഞ്ഞാലും ഇമേജിന് കൊട്ടം തട്ടിയാലും പ്രശ്നമല്ല, പക്ഷെ അച്ഛന്റെ ഇമേജിന് മാറ്റം വരാൻ പാടില്ല. അപ്പൊ നിങ്ങളില് ഇങ്ങനെയുള്ള ഒരു അഭിനയം മക്കളുടെ അടുത്ത് എപ്പോഴെങ്കിലും ഒക്കെ കാണിക്കേണ്ടി വന്നിട്ടുണ്ട്? അത് ഇതിനകത്ത് അങ്ങനത്തെ ക്യാരക്ടർ ഉണ്ട്, ഒരാളുണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇതിനകത്ത് ഒരാളുണ്ട്. പക്ഷെ ആ ക്യാരക്ടറിന് എനിക്ക് എന്റെ വാപ്പായിട്ടാണ് എനിക്ക് റിലേറ്റഡ്. ആണോ? എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ? എന്റെ അപ്പൊ ആ ക്യാരക്ടർ മുടി കിട്ടുമല്ലോ. ഇല്ല, ഞാൻ ഇപ്പൊ ഇതിന്റെ ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിർബന്ധം ഇല്ല. കാരണം നമ്മളിപ്പോ എന്തിലോട്ടാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അത് തന്നെയാണ്. ഇപ്പം പഠിച്ചില്ലെങ്കിൽ പോലും ഇവിടെ പോയിരുന്നു പോയടാ ഒന്നും പറയത്തൊന്നുമില്ല. പഠിച്ചാൽ ഓക്കെയാണ്, പഠിച്ചില്ലെങ്കിൽ വാപ്പയുടെ അടുത്ത് തന്നെ ഇരിക്കും, സംസാരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വരുമ്പോൾ ടീച്ചർ എന്തെങ്കിലും പറഞ്ഞാൽ കുഴപ്പമില്ല ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം, ഒന്നും പറയില്ല. അയ്യോ, അങ്ങനത്തെ ഒരു സീരിയസ്ലി മനസ്സിലായി. എനിക്ക് ഇതിനകത്ത് ഒരാളുണ്ട്, അങ്ങനെ ഒരാളുണ്ട്, ആരായിരിക്കും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ നീ ഇതിനകത്ത് പല സെറ്റ് ഓഫ് പേരന്റ് ആൻഡ് കിഡ് വെക്കുന്നുണ്ട്. അപ്പം ആ ഓരോ ക്യാരക്ടേഴ്സിനെയും എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നത്? അത് ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയണ്ടേ, ഇത് ഇത്ര 6 പേരുണ്ട് ഇതിനകത്ത്. ഇപ്പൊ ജഗദീഷ് സാറിന്റെ ക്യാരക്ടർ ഉൾപ്പെടെ 6
ജഗദീഷ് ഏട്ടൻ അച്ഛനാണോ സാറാണോ? അച്ഛനാണ്. അച്ഛനാണ്. ഓക്കെ. അപ്പൊ സാറാകാൻ നോക്കി, പക്ഷെ ഞങ്ങൾ സമ്മതിച്ചില്ല. സാറാവാൻ നോക്കി, താല്പര്യം ഉണ്ടായിരുന്നല്ലേ? പക്ഷെ ആറച്ഛനല്ല, ഏഴച്ഛനുണ്ട്. അതാരാ? അത് രസകരമായ അച്ഛനാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോ എന്ന് പറഞ്ഞ എല്ലാവരും ഈ ആറ് പേരും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫാദർ ആൻഡ് സൺ റിലേഷൻ ആണ്. ഇപ്പം പറഞ്ഞ പോലെ തന്നെ അസിസിക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരാളുണ്ട് അതിനകത്ത്. എനിക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള അസിസിക്കയുടെയും സിജുവിന്റെയും ആ ഒരു ഇതാണ്. എനിക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്റെ ക്യാരക്ടർ ഞാൻ മുമ്പ് പലയിടത്തും കണ്ടിട്ടുള്ള ക്യാരക്ടർ. ഇക്കാരം തന്നെ. അല്ല എന്റേതല്ല, ആ ക്യാരക്ടറില്ലേ അത് ഇക്കാരം ക്യാരക്ടർ തോന്നിട്ടുണ്ട്. നമ്മളുടെ റിലേഷനിൽ തന്നെയൊക്കെ പലരും അങ്ങനെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഇതിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ളവര് തന്നെയാണ്. ഓക്കെ. ഇതിനകത്ത് അമ്മമാരെ എന്തുകൊണ്ട് കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യിപ്പിച്ചില്ല? അല്ല ഇത് അത് ഇപ്പം ഞാൻ എല്ലാ അമ്മമാർക്കും വേണ്ടി ഞാൻ ചോദിക്കുവാണ്. അല്ല, അത് ഓക്കെയാണ്, കറക്റ്റ്. അപ്പൊ വിപിൻ ഇപ്പൊ പറഞ്ഞിട്ടെന്ന് വെച്ചാൽ നമ്മളെ ജയ് ജയഹയ്ക്ക് മുമ്പ് എഴുതിയ കഥയാണ്. ഇതിൽ നിന്നാണ് ജയ് ജയഹെ വന്നത്. ആണോ? സീരിയസ്ലി പറഞ്ഞു, ജയ് ജയ ഇതിൽ നിന്നാണ് വന്നത്. അപ്പം ആദ്യം പറഞ്ഞ് സ്ത്രീകളെ കുറിച്ചുള്ള സംഭവം ചെയ്യാം. അപ്പൊ ഇതിനേക്കാളും എല്ലാവർക്കും മനസ്സിൽ കയറി പിടിക്കുന്ന സാധനം അതായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ജയ് ജയഹെ വന്നത്. അത് സ്ത്രീകളെ മുൻഗണന കൊടുത്തുകൊണ്ട്. ഇപ്പൊ ഞങ്ങളെ കുറച്ച് മുൻഗണന തന്നോട്ടെ. എന്റെ ഉള്ളിലെ ഫെമിനിസ്റ്റിന്റെ ഒരു വിഷമം വരുന്നൊക്കെ. ഇല്ല, അതിനകത്ത് തന്നെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് കേട്ടോ. അമ്മമാരുണ്ട്, അതിനൊരു കുറവും വരും. അമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, നായകന്മാരുണ്ട്. അത് നായികമാരുണ്ട്. പിന്നെ ഒരു പ്രായം കഴിയുമ്പം അച്ഛനും ആമ്പിള്ളാരും തമ്മിലായിരിക്കും ഒരു കോമ്പറ്റീഷൻ അല്ലേ വരിക. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവാറുണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഞാൻ ഈ പറഞ്ഞ അച്ഛനും ഞാനും തമ്മിലുള്ള ഒരു റിയൽ ലൈഫില് എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. അത് പലരും അതാ പറയാം, നമ്മുടെ സർക്കിളിലുള്ള പലർക്കും ഇത് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കോമ്പറ്റീഷന് വേണ്ടി നോക്കും. അപ്പൊ ഇങ്ങനെ എടുത്തൊരു ഇങ്ങനെ എടുക്കുമ്പോ നമ്മള് അത് സത്യം, അതാണ് അതിന്റെ സത്യാവസ്ഥ. കോമ്പറ്റീഷൻ അല്ല, അതായത് നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടാവും, അച്ഛൻ വേറൊരു ആഗ്രഹം പറയും. അതെ അതെ അതെ. അപ്പൊ അച്ഛന്റെ ആഗ്രഹം നിന്ന് കൊടുക്കാൻ വേണം, നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണം, നമുക്ക് അതിൽ പ്രൂവ് ചെയ്യാൻ വേണം. ആ ഒരു വടംവലി ഉണ്ടാവും. അതാണല്ലോ മിക്ക കുടുംബങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ അച്ഛനമ്മമാർക്ക് പറ്റാത്ത സംഭവങ്ങളൊക്കെ നമ്മുടെ തലയിൽ കൊണ്ടുവന്ന് വെച്ചിരുന്ന ഇവരുടെ അച്ഛന്മാർ അവരുടെ തല വെച്ചതാ, അതവര് ചെയ്യാണ്ട് വീണ്ടും കറങ്ങി തിരിഞ്ഞ് മക്കളുടെ തലയിലോട്ട് കൊണ്ടുവന്നതാ. സാധനം അതൊക്കെ അനുഭവിച്ചത് അനുഭവം. അല്ല, ആ ഒരു ചോദ്യം ഇതിനകത്തുണ്ട്, ഭയങ്കര രസകരമായിട്ടുള്ള സാധനമുണ്ട്. പിന്നെ എന്നെ ഒരു എഞ്ചിനീയർ ആക്കാൻ വേണ്ടി എന്റെ അച്ഛനും അമ്മയും കൂടെ കഷ്ടപ്പെട്ട് പണി നോക്കി ഒരു സ്റ്റേജ് എത്തിയപ്പോ ഞാൻ പടം ഭയങ്കര സീരിയസ്ലി. അല്ല, അതിന്റെ ടീച്ചർ കണ്ടപ്പോഴത്തേക്കും അതിലൊരു ആൺകുട്ടി അല്ലെന്ന് അതേ ഉള്ളൂ. ഞാനൊരു പെൺകുട്ടിയായിട്ട് ഞാൻ അത്യാവശ്യം തല്ലിപ്പൊളി ആയതുകൊണ്ട് എന്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഏകദേശം ഈ ബോയ്സ് കാണിക്കുമ്പോഴത്തെ പരിപാടിയാ. പിന്നെ അവസാനം ഇപ്പൊ കുടുംബസ്ഥയായിട്ട് കൊച്ചുങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നുള്ളതാണ് സംഭവം. അല്ല, ഈ പറഞ്ഞ റിലേറ്റബിൾ ആയിട്ടുള്ള സ്റ്റോറീസ് കാണുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമ്മൾ വലിയ എന്താ പറയാ മാഗ്നോണിമസ് സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണക്ടിവിറ്റി ഉണ്ടാവില്ല. മറ്റേത് ഇത് നമ്മുടെ തന്നെ സംഭവം അല്ലേ എന്നുള്ളൊരു കണ്ടു കഴിയുമ്പോൾ സിനിമ തിയേറ്റർ വിട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനത്തെ ഈ ക്യാരക്ടേഴ്സും അല്ല ഇൻസിഡൻസും ഒക്കെ കയറി വരും. അപ്പോൾ ഈ ഒരു സിനിമയുടെ സംഭവം ഇത് എഴുതുന്ന സിറ്റുവേഷനിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഡയറക്ടർ റൈറ്റർ തമ്മിലുള്ള ഒരു ഓൾറെഡി കംപ്ലീറ്റഡ് ആക്കിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്. അതിനുശേഷം ഇത് ഞാൻ എന്റെ കയ്യിലേക്ക് എന്റെ അടുത്തേക്ക് ഇത് ഭയങ്കര യാദൃഷ്ടികമായിട്ട് വന്നൊരു സിനിമയാണ്. എന്താണ് ആ ഒരു സ്റ്റോറി? അത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ വാഴ എന്ന് പറയുന്ന മൂവിയെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയത് ഞാൻ ഗൗതമൻ ചെയ്യുന്നതിന് മുമ്പ് കേൾക്കാൻ തുടങ്ങിയതാണ് വാഴ ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച്. അപ്പൊ അതിനുശേഷം പിന്നെ വിപിൻ ചേട്ടൻ ഇത് മാറിയിട്ട് അന്താക്ഷരി ചെയ്തു, ജയ ജയഹേ ചെയ്തു. അങ്ങനെ വന്നോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയണം നമ്മൾ വാഴ രണ്ടാമത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്നെ അഭിനയിക്കാനാണ് വിളിക്കുന്നത്, അന്താക്ഷരിയിൽ ഇതേപോലെ പെട്ടെന്ന് വിളിച്ചിട്ട് കൊണ്ടുപോയതാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അപ്പോഴാണ് പറയുന്നത് നീ എന്നാ ഡയറക്ട് ചെയ്യും, ഞാൻ ഡയറക്ട് ചെയ്യുന്നില്ല, നീ ഡയറക്ട് ചെയ്യും, ഞാൻ റൈറ്റർ ആൻഡ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള പരിപാടിക്ക് നിൽക്കാന്നുള്ളത്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ എല്ലാം. ഇതിന്റെ ഷൂട്ടിങ്ങും അതേപോലെ നമ്മുടെ ഗുരുവായൂർ അമ്പലനടയുടെ ഇടയിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ ഈ പറഞ്ഞ പോലെ പെട്ടെന്നൊരു സിനിമ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? അതെ, അതിനു മുമ്പ് തന്നെ ഇപ്പം ഹാരിസ് പ്രൊഡ്യൂസേഴ്സ്, ഹാരിസിക്ക, അമലേട്ടൻ എല്ലാവരും ഗുരുവായൂർ, ആദർശേട്ടൻ എല്ലാവരും ഗുരുവായൂർ അമ്പലനടയുടെ അതിനെ ചുറ്റിപ്പറ്റി എല്ലാവരും നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ പാരലലി ഇവിടെ വരുന്നു, നമ്മൾ ഈ പ്രൊജക്ട് ഓൺ ആക്കുന്നു, ആ ഗ്യാപ്പിൽ നമ്മൾ ഫസ്റ്റ് ഷെഡ്യൂൾ തീർക്കുന്നു. ഇപ്പൊ അസിസിക്ക് ഇന്നലെ പറഞ്ഞല്ലേ അല്ലെ, ഇവിടെ കഴിയുന്നു, ഇവിടെ അങ്ങോട്ട് എടുത്തോണ്ട് പോകുന്നു. അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഇവരുടെ മേക്ക് ഓവർ ഉണ്ട് ഇതിനകത്ത്.
അതായത് ഇപ്പം ഞങ്ങളൊക്കെ അച്ഛന്മാർ ഞങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങൾ ജനിക്കുന്നിടത്തോട്ടൊക്കെയാണ് ഈ കഥ തുടങ്ങുന്നത്. ഓക്കെ. അപ്പോൾ അവരൊരു കോളേജ് കാലഘട്ടം കഴിഞ്ഞ് അവരൊരു തൊഴിൽ മേഖലയിലേക്ക് കടക്കുന്നത് വരെയുള്ള ഒരു പോർഷനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു 3-4 കാലഘട്ടത്തിന്റെ അപ്പിയറൻസ് വ്യത്യാസമുണ്ട് നമ്മൾക്കെല്ലാം. അപ്പോൾ ഈ മക്കൾക്കും അത് ഫീൽ ചെയ്യണ്ടേ? ഒന്നാമത് എൻ്റെ അമിത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോനായിട്ട് അഭിനയിക്കുന്ന ആൾക്ക് എന്നെക്കാളും പ്രായം, അയാളെ ചെറുപ്പമാക്കണം. അത് അവൻ അമിത് ഇതുവഴി ഒന്ന് പാസ് ചെയ്തായിരുന്നു, അപ്പൊ പെട്ടെന്ന് ഓർത്തങ്ങ് പറഞ്ഞത്. നമുക്ക് കൺഫ്യൂഷൻ ആയിരുന്നു, ആരെയാണ് അച്ഛനാണ് മോനും ആക്കണോ അതോ അനിയനാക്കണോ? കൺഫ്യൂഷൻ പിന്നെ അത് നമ്മൾ പിന്നെ ഞാൻ എന്റെ വിശാല മനസ്കത കൊണ്ടും സിനിമ പോകണ്ടെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അച്ഛനായി. അല്ലടാ ഇക്കായിരുന്നു മോൻ. മോനാവേണ്ടിയിരുന്ന ആളാണ് ഇപ്പൊ അച്ഛനായിട്ടിരിക്കുന്നതെന്നൊക്കെ. ഒരാളില്ലാത്തപ്പോ അയാളെ കുറിച്ച് പരദൂഷണം പറയാൻ എന്ത് സുഖം. എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വരാട്ടോ, ഒരു പ്രശ്നമില്ല. നമുക്കിങ്ങനെ നമ്മുടെ സിനിമയിലൊരു രീതി അനുസരിച്ചിട്ട് വലിയ വലിയ മികച്ച അമ്മവേഷങ്ങൾ പല പല നായികമാരും വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ആകാശദൂതിന്റെ കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് കുട്ടികളുടെ അമ്മയായിട്ട് അഭിനയിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഒരുപാട്. എന്തുകൊണ്ട് അച്ഛന്മാർ അങ്ങനെ പറയുന്നില്ല? അങ്ങനെയല്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യണം ഉണ്ടാവണം. നമ്മളൊരു സിനിമയുടെ ഭാഗമാകുമ്പോൾ ആ സിനിമയ്ക്കും ഗുണം ചെയ്യണം, നമുക്കും ആ വേഷം കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം വേണം അല്ലേ, എന്തെങ്കിലും ചെയ്യാനുണ്ടാവണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് മാത്രമേ നോക്കാറുള്ളൂ. അതിനിപ്പോൾ അച്ഛനാണോ അമ്മാവനാണോ അപ്പൂപ്പനാണോ അങ്ങനെയുള്ള ഒരു ചിന്തയും എൻ്റെ മനസ്സിലില്ല. എൻ്റെ പേഴ്സണൽ കാര്യമാണ് പറയാൻ കേട്ടോ. അസീസ് പക്ഷെ അങ്ങനെയല്ല. അല്ല, നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയാണ് നീ അഭിനയം നിർത്തിയത്. ചെയ്യണമെന്നാണ് പറഞ്ഞ, നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യം ചെയ്യണമെന്നാണ് പറഞ്ഞ. ഗ്രാമർ കറക്റ്റ് ആയിരുന്നു. ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, ചെയ്യണം. അങ്ങനെ. പക്ഷെ ടെൻഷനായിരുന്നു സത്യം പറഞ്ഞ. ടെൻഷൻ ഉണ്ടാവാറുണ്ടോ അങ്ങനെ പുതിയ കാര്യം? അതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അഭിനയിക്കാനുള്ളതുകൊണ്ട് ഈ പണി മര്യാദയ്ക്ക് അറിയില്ല. അത് അപ്പൊ ഫസ്റ്റ് ടെൻഷനാണ്, വഴക്കുറയോ പറഞ്ഞു വിടോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും. ആരും നമ്മുടെ കരിയർ നല്ലൊരു രീതിയിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ടെൻഷനൊക്കെ ഉണ്ടാവാറുണ്ടോ? അറിയാത്തോണ്ട് ചോദിക്കട്ടോ. ഭയങ്കര ടെൻഷൻ. ഞാനൊരു 3000 സ്റ്റേജിലെങ്കിലും പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവും. ഇന്നിപ്പോ നിങ്ങൾ പെട്ടെന്ന് സ്റ്റേജ് കയറി പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞ എന്റെ പെരുവരിലോട്ട് ഒരു എന്തായാലും പറയേണ്ടത് ഒരു വെപ്രാളവും പരവേശം ഉണ്ടാവും. അത് നമ്മുടെ കൂടപ്പുറപ്പാണ്. ഇപ്പൊ ഇക്കടെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ വായിച്ചതാണ്. അതായത് നമുക്ക് ക്രിക്കറ്റിൽ സച്ചിൻ എന്ന് പറഞ്ഞതുപോലെയാണ് മിമിക്രിയിൽ കോട്ടയം നസീർ. അദ്ദേഹമാണ് ഈ പറയുന്ന ടെൻഷനാണ്. ടെൻഷൻ അല്ല, അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ടെൻഷൻ എവിടുന്ന ഉണ്ടാന്ന് വെച്ചാൽ നമ്മൾ അത്രയും കമ്മിറ്റഡ് ആവുന്നതുകൊണ്ടാണ്. പെർഫെക്റ്റ് ആയിട്ട് വരണം. അല്ല, കമ്മിറ്റഡ് അല്ലാത്ത ഒരാൾക്ക് എന്തിനാ ടെൻഷൻ അടിക്കേണ്ട കാര്യം? വെറുതെ പോയി എന്തും ചെയ്യാൻ ധൈര്യം ഉണ്ടാവും. നമുക്കതല്ല, നമ്മൾ ചെയ്യണം, നന്നാവണം, അത് ജനങ്ങൾ സ്വീകരിക്കണം, നമുക്ക് വീണ്ടും ഇതുകൊണ്ടൊരു ഗ്രോത്ത് ഉണ്ടാവണം എന്നൊക്കെ ഒരു ആഗ്രഹം വരുമ്പോഴാണ് നമുക്ക് ഈ ടെൻഷൻ ഉണ്ടാകുന്നത്. ഇവരൊന്നും ആ ടെൻഷൻ ഞാൻ ഇന്നും ഒരു ജീവിതത്തിൽ കണ്ടിട്ടില്ല. സ്കിറ്റൊക്കെ കളിക്കുമ്പോൾ പെട്ടെന്ന് നോക്കിയിട്ടൊക്കെ വന്ന് നീയൊക്കെ നോബിയൊക്കെ ആയിട്ട് വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി വന്ന് ഒരാഴ്ച വീട്ടിൽ നിന്ന് പഠിച്ചിട്ടാണ് പെട്ടെന്ന് അതും അഭിനയല്ലേ, നമ്പറല്ലേ, ഫുൾ ആക്ടിങ്ങാ. ഇനി എങ്ങാനും വല്ല ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ഒരു ഉത്തരം ഉണ്ടല്ലോ, ഞങ്ങൾ പെട്ടെന്ന് ക്ലാസ്സിൽ കൂടെ ഇരുന്നിട്ട് ഞാൻ പഠിക്കുന്നൊന്നുമില്ല അതൊക്കെ പറയുന്ന ആ ഗ്യാങ്ങിൽ പെട്ട പരീക്ഷയുടെ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നത്. എഴുതുകയും ചെയ്യും. നിങ്ങളൊക്കെ എങ്ങനെയായിരുന്നു പഠിക്കുന്ന കാലത്തൊക്കെ? നല്ല മിടുക്കം പിള്ളേരായിരുന്നു? തോൽവിയായിരുന്നു, ഇനി അതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. തോൽവിയായിരുന്നു, വളരെ മോശമായിരുന്നു. തോൽവിന്നൊക്കെ പറഞ്ഞാണ്, അതൊക്കെ ചെറിയ വാക്കായി പോകും. കുഴപ്പമില്ല, ഞാൻ അതും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണോ? അല്ലല്ല പറയട്ടെ, ഒന്നും പറയാതിരിക്കണം നല്ലത്. പക്ഷെ എന്നിട്ട് ചെയ്യുന്നതാ കളക്ടർ, DYSP പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? നമ്മൾ ടീച്ചറെ ഗണിപ്പിച്ചിരുന്നു പറഞ്ഞില്ല. പറഞ്ഞിട്ടേ ഇല്ല. കാരണം ഞാൻ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുള്ളൂ. ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് പെട്ടെന്ന് പൊക്കല്ലേ. അന്നേ തൊട്ടേ ഇവന്റെ അഭിനയവും ഇരിപ്പും മുഖഭാവം കാണുമ്പോ സാറ് വിചാരിക്കുന്ന ഇവനെല്ലാം പഠിച്ചു. ഇവനോട് ചോദിക്കണ്ട, ഇവനെ വിട്ടേക്കും. എന്താ സാറ് അടുത്ത ആൾ ചോദിക്കുമ്പോ ഞാൻ ഇങ്ങനെ ആക്കും. അപ്പം നീ പറടാ എന്നാലും മാർക്ക് വരുമ്പോ ചിലപ്പോ അതായിരിക്കില്ല. എനിക്ക് ആ സാറിന്റെ വേർഷനിൽ കാണാൻ പറ്റുന്നത് നയിപ്പിച്ചിട്ട് കാര്യമില്ല, വെറുതെ ആ ടൈമും കൂടെ കളയണ്ട. എന്ത് ചോദിച്ചാലും ഒന്നും അറിയില്ല. അത് പറയാൻ തന്നെയാണ് എഴുതിയേക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ, അതായത് നിങ്ങളുടെയൊക്കെ ഒരു നമ്മുടെ 10ാം ക്ലാസ് കഴിയുമ്പോൾ തൊട്ടുള്ള ഒരു സമയമുണ്ടല്ലോ, നമ്മൾ പ്രീ ഡിഗ്രിക്ക് ഏത് ഗ്രൂപ്പ് എടുക്കുന്നു എന്നുള്ളൊരു ചിന്ത, അത് കഴിഞ്ഞ് നമ്മൾ എന്താവും എന്നുള്ള അങ്ങനെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ഈ
നമ്മളെല്ലാരും കലാകാരന്മാരാണ്. എനിക്ക് ഈ കല ഒരു ചോയ്സ് ആയിട്ട് നമുക്ക് ഒരു കാലത്ത് ഉണ്ടാവാത്തൊരു. എനിക്ക് ഒരു ടെൻഷൻ ഇല്ലായിരുന്നു, കാരണം ഞാൻ 10 ജയിച്ചില്ല. താങ്ക് യു. പക്ഷെ വേറെ കാര്യം, എന്തിനാണോ 10ാം ക്ലാസ്സിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ ചിരിച്ചാകൊണ്ടല്ല, കഷ്ടിച്ച് 10ാം ക്ലാസ് പാസ് എന്റെ ഉപയോഗിച്ച് 3 ഡിഗ്രി പക്ഷേ തോന്നി ഈ ധൈര്യം. അത് സത്യം പറഞ്ഞാൽ ആ ഒരു അപ്പോഴൊരു വാഴയായിരുന്നു. പക്ഷെ ചുരുക്കം പറഞ്ഞ ഇത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുന്ന ഒന്നേ ഉള്ളൂ, വിദ്യാഭ്യാസവും വിവരമില്ലാത്തവന്മാരാണെന്നാണ്. പക്ഷെ ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി. ഞാൻ 2ാമത് എഴുതിയെടുത്തു. 2nd ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. എവിടെയാ പഠിച്ചേ? ഞാൻ നെടുമങ്ങാട് ശ്രീനാരായണ ഹൈസ്കൂളിൽ. ഓക്കെ. ഞാൻ ഡ്രോയിങ് സ്കൂളിലായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 3 കൊല്ലം കറുകച്ചാൽ AP ആർട്ട് സ്കൂൾ എന്ന് പറഞ്ഞു സ്കൂളിൽ 3 കൊല്ലം പഠിച്ചു. പിന്നെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ്. ഡെസ്കിൽ എപ്പോഴും പടം വരയ്ക്കും. പിന്നെ അവിടെ തന്നെ ഉണ്ടാക്കി ബുക്ക് കൊടുത്താലും മാറ്റി വെച്ചിട്ടും ബുക്കിലൊക്കെ വരയാ ഫുൾ ടൈം. ഫുൾ വരെ ജയനെയാ വരയ്ക്കുന്നത്. കോളിലൊക്കെ സിനിമ അതൊക്കെയാണ് അന്നത്തെ വര. നിങ്ങൾ ആ കാലഘട്ടത്തിലുള്ള അതൊക്കെയാണ് വര. ഏറ്റില്ല. നീ ആ കാലഘട്ടം എന്ന് പറഞ്ഞു. ഞാൻ അത് ജയനാണ് പറഞ്ഞത്. അല്ല, നിങ്ങളാ പഴയ സ്റ്റാർ. നിങ്ങളെ കാലഘട്ടം ഞാൻ എന്താണെന്നറിയാമോ, ഞാൻ നിനക്ക് ഇട്ട് തരിക, നീ വളർന്നു കയറാൻ. എനിക്ക് നിന്റെ വളർച്ച ഇഷ്ടം. എവിടം വരെ വളരുന്നു ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ. ആ പറഞ്ഞ ടോൺ കൊള്ളാലോ. നീ ഒരു വാഴ പോലെ വളർന്നു. ഇതൊരു വെട്ടു അല്ലേ. അതെ, ആനന്ദിന് എന്തായിരുന്നു ആഗ്രഹം? ആദ്യമേ സിനിമ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു മേഖല, പറയാൻ പറ്റുന്ന മേഖലയല്ലോ, ആഗ്രഹം ഉണ്ടെങ്കിലും. ഒരു 10ാം ക്ലാസ് വരെ പറയാൻ പറ്റില്ല, 8ാം ക്ലാസ് വരെ പറയാൻ പറ്റുന്ന മേഖലയായിരുന്നില്ല. അത് ഞാൻ പറയാൻ തുടങ്ങി. അപ്പൊ വീട്ടുകാർക്കൊക്കെ പേടിയാവാൻ തുടങ്ങി. നമ്മള് സയന്റിസ്റ്റ്, എഞ്ചിനീയർ, ഡോക്ടർ എന്നൊക്കെ ഉള്ള പ്രൊഫഷൻ ആണല്ലോ എല്ലാവരും പറയുന്നത്. ഈ പ്രശ്നമായിരുന്നു, കാരണം നമ്മൾക്ക് പഠിക്കാനായിട്ട് പറ്റുന്നുമില്ല. അപ്പം ടീച്ചറൊക്കെ എണീറ്റ് നോക്കുമ്പോ നമ്മൾ ഡോക്ടർ, സയന്റിസ്റ്റ് ഒക്കെ നമ്മളോട് തന്നെ ഒരു വെള്ളം പറയുന്നത്. ഒട്ടും പുതിയ ടീച്ചർ വരും. നമ്മൾ പഠിക്കാത്തത് അവിടെയുള്ള പഴയ ടീച്ചർമാർക്ക് അറിയാം, സാറന്മാർക്കും അറിയാം. അപ്പൊ പുതിയ ടീച്ചർ, ഹായ് എന്റെ പേര് വിജയ്, എന്താണോ ഡോക്ടർ. മിടുക്കനിരിക്കൂ. അപ്പൊ തന്നെ ഒരാഴ്ച കഴിയുമ്പോ ഞാൻ അന്ന് എന്ത് പറഞ്ഞു, ഡോക്ടർ. എന്നിട്ട് അപ്പൊ ടീച്ചർ നീ ഡോക്ടർ സിദ്ധിക്കാൻ ഡോക്ടർക്ക് നല്ല മാർക്കുണ്ട്, കിട്ടിയ മാർക്ക് കേൾക്കണോ, ഇതൊക്കെയാണ് പിന്നെ ക്ലാസ്സിൽ പറയുന്നത്. നമ്മളൊരു 10ാം ക്ലാസ് വരെയൊക്കെ ഒരു പരിധി വരെ പോയി. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഏത് എടുക്കണം എന്നുള്ളത് അത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. നമ്മളുടെ ഒരു ഇഷ്ടം ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, നമുക്ക് ഇങ്ങനെ ഇത് ചെയ്യാന്നുള്ളത്. അത്ര ആത്മാർത്ഥത്തോടു കൂടി നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റിയല്ല. സത്യം. എന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റി കേട്ടോ, സിനിമ. കാരണം ഞാൻ അത് സീരിയസ് ആയിട്ട്. പിന്നെ എന്റെ ആഗ്രഹം എന്നായിരുന്നു, മലർപ്പൊടി വെക്കായിരുന്നു. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ആഗ്രഹം നമ്മൾ നിറവേറ്റി. നമ്മുടെ എന്ന് പറയാം, നമ്മൾ 3 വാഴകളായി. വാഴയുടെ ഒറിജിനൽ അർത്ഥം. അതെ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും എന്തായാലും സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള ഒറ്റ ഒരു ആഗ്രഹമാണ്. കാരണം നമ്മുടെ ബ്രേക്കിന് വിട്ടാൽ പോലും എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ, അവൻ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരും. അവൻ്റെ കാര്യം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനും കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് കഴിക്കുന്നത്. കഴിച്ചതിന് ശേഷം അവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ പേപ്പറിൽ പൊതിഞ്ഞ് ഇലയായിട്ടല്ലേ കൊണ്ടുവരുന്നത്. ഈ പേപ്പർ ഫുൾ എടുത്തിട്ട് സിനിമയുടെ പണ്ടത്തെ വെട്ടി ഞങ്ങളുടെ പുസ്തകത്തിൽ ഫുൾ അതാണ്. പിന്നെ പഠിക്കാൻ വേണ്ടി അത് വലിച്ച് കീറണം, അതിലെഴുതിയിരിക്കുന്നത് നോക്കാൻ വേണ്ടി. അങ്ങനെ ഫുൾ ഒട്ടിക്കും. പിന്നെ നമ്മളെക്കാളും താഴ്ന്ന് പഠിക്കുന്ന 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആ റബ്ബർ തോട്ടത്തിൽ കൂടെ പോകുമ്പോൾ അവിടെ അതിന്റെ ഇലകൾ വീഴുന്ന മെത്ത പോലെ കിടക്കും. ഫൈറ്റ് ഞാൻ ഇടിയാണ് നടൻ. അപ്പൊ എന്റെ കൂടെ വന്ന കൂട്ടുകാരൻ ഷൂട്ട് ചെയ്യും. അതാണ് നമ്മൾ ശ്രീലാൽ ഗുരുവായൂർ നടൻ അസോസിയേറ്റ്. അടിപൊളി. അത് നിങ്ങൾക്ക് 2 സിനിമ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്തപ്പോ നിന്റെ മൊയ്തീന്റെ അസോസിയേറ്റ് ശ്രീലാൽ. അപ്പൊ അവന്റെ ആഗ്രഹം, അപ്പൊ വെറുതെ ഇങ്ങനെ വെച്ചത് അവൻ ഡയറക്ടറായി. അതാണ് നമ്മളെ ഓരോ സമയത്ത് നമ്മൾ പറയുന്ന വാക്കുകളും ഈ ഗുളിക നിന്ന സമയം എന്നൊക്കെ പറഞ്ഞത്. ഇതങ്ങനെയല്ല, നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമ്പം പ്രകൃതി നമുക്ക് വേണ്ടി ഒന്ന് ഒരുക്കുമെന്ന് പറയും. അതാണ് നമ്മുടെ ആഗ്രഹത്തിന് നിന്നില്ലേ. പിന്നെ ഇപ്പൊ നിങ്ങള് കരിയറൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സമയം, നല്ല നല്ല വേഷങ്ങൾ ചെയ്യുന്നു. അപ്പം അങ്ങനെ ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ തിരിഞ്ഞു നോക്കുമ്പോ പണ്ട് ഇതേപോലെ തുടങ്ങിയ സമയത്തുള്ളൊരു പറയല്ലേ, ഇന്ന് രാവിലെ എന്റെ അടുത്ത് പറഞ്ഞു, രാവിലെ സിനിമ റൂമില്
മിമിക്സ് ആക്ഷൻ 500 അത് നോക്കി ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ മിമിക്സ് ആക്ഷൻ 500 ആദ്യം അഭിനയിച്ച പടമാണ്. അപ്പോൾ അതിങ്ങനെ കണ്ടു തുടങ്ങിയപ്പോഴത്തേക്കിന് നമ്മൾ അത്രയും ബാക്കിലേക്ക് പോലും 94 ഡിസംബറിലാണ് ഷൂട്ട്, 94 ഡിസംബറിൽ. അപ്പോൾ അത്രയും കാലത്തേക്ക് നമ്മളൊന്ന് റീവൈൻഡ് ചെയ്ത് ആദ്യം വരുന്നതും അപ്പോൾ പഴയ കോലോ കാണിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇത് ഈ പടം ഒന്നും ഇവിടെ കാണിച്ചതായിട്ട് താഴെ പറയരുത്, എന്നെ ഇന്റർവ്യൂവിൽ കേട്ടില്ല. അങ്ങനൊന്നും അതെപ്പോഴും നമുക്ക് പ്രിയപ്പെട്ട പടമാണ്. ആദ്യത്തെ പടമല്ലേ അത്, ഇന്നും നമുക്ക് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു പക്ഷെ ഭയങ്കര ശമ്പളമല്ലേ നമ്മുടെ പഴയ രൂപമൊക്കെ കാണുന്ന സമയത്ത്. ഭയങ്കര സന്തോഷമാണ്. ആദ്യമായിട്ട് നമ്മൾ സ്ക്രീനിൽ കണ്ടത് നിമിഷം ഉണ്ടല്ലോ, അതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് ഭയങ്കര. നമ്മളെല്ലാവരും റൂമിൽ ഇരിക്കുമ്പോ ആക്ടിങ് ഇപ്പൊ ഭയങ്കര ആക്ടിങ്ങിനെ കുറിച്ചാണ് സംസാരം. പണ്ട് നമ്മൾ മിമിക്രിയെ കുറിച്ച് സംസാരിക്കും, അയ്യോ എടാ തോമച്ച എന്നൊക്കെ പഠിക്കുമ്പോ ഇപ്പൊ ആക്ടിങ്ങിന്റെ ഇതാണ്. അപ്പൊ ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോ ഞാൻ പതുക്കെ എനിക്ക് അറിയായിരുന്നു, ഇതെനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പറയണേ. യൂട്യൂബ് എടുത്തിട്ടെ പട്ടാഭിഷേകമല്ലേ സിനിമ, അതിനകത്ത് പോലീസ് ഞാൻ കഴിഞ്ഞ ദിവസം അയ്യോ നാണൊക്കെ വരുന്നൊക്കെ. അതിലെന്നാ അറിയോ, അതില് മൊത്തത്തില് ഒരു കാർട്ടൂൺ കഥാപാത്രത്തെ പോലെയാണ് അതിന്റെ മൂവ്മെന്റ്. ചില കീ കൊടുത്തിട്ടൊക്കെ എന്താണ് ഇത്, ഇതിനകത്ത് ഇരിക്കുന്ന സീനകത്ത് ഇരിക്കുന്ന പെട്ടിക്കകത്ത് ഇരിക്കുന്ന സ്വർണം, അല്ല അച്ഛന്റെ ചിതാഭസ്മം, അച്ഛന്റെ ചിതാഭസ്മം, അങ്ങനെയൊക്കെ ഒരു മൊത്തത്തിൽ ഒരു നമ്മളെ ഒരു ഈ ചാർലി ചാപ്ലിനൊക്കെ സിനിമ കാണുമ്പോൾ ഒരു സ്പീഡില്ലേ, സ്പീഡുണ്ട്. അങ്ങനെയാണ് അതിനകത്ത് മൊത്തം നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് കണ്ടിട്ട് ഇവന്മാർ തന്നെ അത് കഴിഞ്ഞത് ഇപ്പം ഇവിടെ വന്ന് നിൽക്കുകയാണ്. തലവനിലെ പോലീസ് വേഷമൊക്കെ ഭയങ്കര ഈ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനുകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. ഇല്ല അങ്ങനൊന്നുമില്ല, നമ്മുടെ രൂപം വെച്ചിട്ട് ചിലപ്പോ അതങ്ങ് ചേരുന്നതായിരിക്കാം തോന്നുന്നു, ആയിരിക്കാം. ഒരു ഭയങ്കര പെർഫെക്റ്റ് കാസ്റ്റിംഗ് പോലെയുള്ള ഒരു ഫീല്. അതെ അതെ. നമ്മള് തുടങ്ങണ സമയത്ത് നമ്മളെ ഇങ്ങനെ സങ്കല്പിക്കുമല്ലോ ഓരോ കാലഘട്ടം, നമ്മൾ ഇന്ന സ്ഥലത്തായിരിക്കും, 5 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ആയിരിക്കും. 10 ആഗ്രഹങ്ങൾക്ക് ഒരു പരിധി ഇല്ലാതെ വെക്കണം എന്നാണല്ലോ പറയണേ. അപ്പൊ ഇതേപോലെ ആഗ്രഹിച്ച് നമ്മൾ പ്ലേസ് ചെയ്ത സ്ഥലങ്ങളുണ്ടല്ലോ, അന്നൊക്കെ നിങ്ങൾ ഈ പ്രായത്തിൽ എവിടെയായിരുന്നു? മേ ബി ഒരു 20 വയസ്സിലെ നിങ്ങളുടെ സങ്കല്പത്തിൽ ഈ പ്രായത്തിൽ നിങ്ങൾ എവിടെയായിരുന്നു? മിമിക്രി കളിക്കാനൊക്കെ സ്റ്റേജിന്റെ ഞാൻ എനിക്കൊന്നൊരു 16-17 വയസ്സിൽ മിമിക്രി ആയിട്ട് ഇറങ്ങിയ ആളാ. 21 വയസ്സിലെ സിനിമയെ വരുന്നത്. 21 സിനിമ വന്നു, കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മിമിക്രിയിൽ വന്നു, നേരെ തന്നെ സിനിമ വന്നു. അപ്പൊ ആ സമയത്ത് നമ്മള് തിരക്കിലേക്ക് കയറിയായിരുന്നു. ഞാൻ ലോഞ്ച് ചെയ്ത സമയം തൊട്ട് എനിക്ക് നിൽക്കാത്ത പ്രോഗ്രാമുകളായിരുന്നു. അപ്പൊ ആ ലോകത്തായിരുന്നു എപ്പോഴും യാത്രകള്, പ്രോഗ്രാം, ഉത്സവപ്പറമ്പുകള്, ആള്, ആരവം, അഭിനന്ദനങ്ങൾ, അങ്ങനെ. അല്ല ഞാൻ പറഞ്ഞ അന്ന് ആ സമയത്ത് 20-25 വർഷങ്ങൾക്ക് ശേഷം ഉള്ള ഒരു കാലഘട്ടത്തിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നോ? 2024 ഞാൻ ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ 2020 ശേഷം കാലഘട്ടത്തിനെ പറ്റി. ഞാൻ മിമിക്രി തുടങ്ങുന്നത്, ഞാൻ മിമിക്രിയിൽ എനിക്ക് ഇങ്ങനെ ആവണം, ഇയാളെ പോലെ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഒരാൾ അബിയക്കയാണ്. അബിയക്കയുടെ മിമിക്രി കണ്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ തോന്നി. അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എൻ്റെതായ രീതിയിൽ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ആഗ്രഹം സാധിച്ച ആളാണ്. പിന്നെ എൻ്റെ ആഗ്രഹം സിനിമയിൽ നല്ല ക്യാരക്ടറുകൾ ചെയ്യണം. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ്, കാര്യം കുറേ കഴിയുമ്പോൾ നമുക്കൊരിതാവും, നമ്മളങ്ങോട്ട് ഇത്രയും കാലം നിന്നിട്ടും അങ്ങോട്ട് ഒക്കുന്നില്ലല്ലോ, വരുന്നില്ലല്ലോ എന്നൊരു മടുപ്പൊക്കെ തോന്നാം. പക്ഷേ നമ്മൾ ഇതും കൊണ്ടേ പോകുമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് അടങ്ങി നിൽക്കും. അതിൽ തന്നെ നമ്മൾ എത്തിച്ചേരും, നമ്മളെ ഈ പറഞ്ഞ പോലെ ആ വഴിയിലേക്ക് നമ്മളങ്ങ് വന്നോളും നാച്ചുറലി അല്ലേ. ശ്രമം നടക്കുന്നുണ്ടാവും, നമ്മളറിയാതെ ഒരു സൈഡിൽ കൂടെ പല രീതിയിലുള്ള ശ്രമങ്ങൾ നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. അപ്പൊ അത് വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇത് നമ്മൾ തിയേറ്ററിലേക്ക് എത്തി കഴിയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ, ഇത് ഏത് രീതിയിലായിരിക്കും ക്ലിക്ക് ആവാന്നാണ് മനസ്സിൽ നിങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുമല്ലോ? എന്തെങ്കിലും ഒരു സാധനം, എന്തെങ്കിലും ഒരു ടോപ്പിക് അങ്ങനെ വന്നിട്ടുണ്ടോ? ഏത് രീതിയിലായിരുന്നു ക്ലിക്ക് ആവണമെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഏത് രീതി ഇത് കാണുമ്പോ ടീച്ചർ കാണുന്ന സമയത്ത് തന്നെ ഇത് ക്ലിക്ക് ആവും എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുമല്ലോ. അല്ല, ഒരുപാട് പേര് അങ്ങനെ പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നും. ഇതൊരു കാണാൻ തോന്നുന്നു എന്ന് പറയുന്നിടത്ത് നമുക്ക് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും വാഴ ഒരു അടിപൊളി, ശരിക്കും റിയൽ വാഴയെ പോലെ തന്നെ നമുക്ക് ഒരുപാട് യൂസ് ഉള്ള ഒരു സംഭവമാണ്, ഒന്നും വേസ്റ്റ് ആവാനില്ലാത്തൊരു സംഭവമാണ്. അപ്പൊ നമ്മള് വാഴയെ പോലെ ഒരുപാട് എന്താ പറയാ നിറഞ്ഞ പഴങ്ങളുള്ള എന്താ പറയാ നല്ലോണം മധുരം എല്ലാവരും നല്ലൊരു സ്വീറ്റ് ആവട്ടെ എന്ന് ഞാൻ പറയാം അല്ലെ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്, വാഴ അടിപൊളി ഹിറ്റ് ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു.